പ്രിയ കൂട്ടുകാരെ, സ്നേഹമുള്ള അധ്യാപകരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിങ്ങളെ കോക്കുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ഗ്രാമത്തിലെ ഒരു എളിയ വീട്ടിലേക്ക് കടന്നു ചെല്ലാം. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അമ്മേ, വേഗം ആവട്ടെ, എനിക്കിന്ന് വേഗം സ്കൂളിൽ പോണം. ദാ വരുന്നു. ഇന്നെന്താ ഇത്ര പെട്ടെന്ന് റെഡിയാകുന്നേ? എന്ന് സ്കൂളിൽ പോകാൻ മടി പിടിക്കുന്ന ആൾക്ക് ഇന്നെന്ത് പറ്റി? സ്കൂളിൽ നിന്ന് മാനേജ്മെന്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ അമ്മേ? ഒരു വിദ്യാലയം എന്ന് പറയുന്നത് കെട്ടിടവും ക്ലാസ് മുറികളും മാത്രമല്ല. കുഞ്ഞുമക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മൂല്യങ്ങളും ലഭിക്കാൻ പിന്നിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും പരിശ്രമവും സ്നേഹവും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്ന ദിവസമാണ് മാനേജ്മെന്റ് ഡേ. അമ്മേ, ജൂലൈ 29 മാനേജ്മെന്റ് ഡേ മാത്രമല്ല, വിശുദ്ധ മർത്തയുടെ തിരുനാൾ കൂടിയാണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. അതെന്തിനാ സ്കൂളിൽ വിശുദ്ധ മർത്തയുടെ തിരുനാൾ ദിനം തന്നെ മാനേജ്മെന്റ് ഡേ ആയി ആഘോഷിക്കുന്നത്? ആരാണ് വിശുദ്ധ മർത്ത? അതോ, സ്കൂൾ നടത്തുന്നത് വിശുദ്ധ മർത്ത സഭയിലെ സിസ്റ്റർമാരാ. വിശുദ്ധ മർത്തയെ തങ്ങളുടെ മധ്യസ്ഥയായി അവർ സ്വീകരിച്ചിരിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സന്തോഷത്തോടെ സേവിക്കുകയും ചെയ്ത വിശുദ്ധയാണ് വിശുദ്ധ മർത്ത. അമ്മേ, എനിക്ക് വിശുദ്ധ മർത്തയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അതിനെന്താ, അമ്മ ഒരു ബൈബിൾ കഥ പറയാം. ബഥാനിയ എന്ന ഗ്രാമത്തിൽ യേശുവിനെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. മർത്തയും മറിയവും ലാസറും യേശുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. രോഗിയായ ലാസറിനെ ശുശ്രൂഷിക്കുകയാണ് സഹോദരിമാരായ മറിയവും മർത്തയും. ചേച്ചി, ലാസറിന്റെ അസുഖം കൂടുകയാണ്. യേശുവിനെ അറിയിക്കണം നമ്മുടെ സഹോദരന്റെ രോഗവിവരം. കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്ന ലാസർ രോഗിയായിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വരുവിൻ, നമുക്ക് യൂദയായിലേക്ക് പോകാം. കർത്താവെ, അവിടെ യഹൂദന്മാർ അങ്ങയെ കല്ലെറിയാൻ ശ്രമിച്ചില്ലേ? ഭയപ്പെടേണ്ട, നമ്മുടെ സുഹൃത്തായ ലാസർ ഉറങ്ങുകയാണ്. അവനെ ഉണർത്താൻ പോകാം. ഉറങ്ങുന്നെങ്കിൽ സുഖമാകും അല്ലേ കർത്താവെ? ലാസർ മരിച്ചിരിക്കുന്നു. വരൂ, നമുക്കും ഗുരുവിനോടൊപ്പം പോകാം. കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. എങ്കിലും ഇപ്പോഴും അങ്ങ് ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയപ്പെടേണ്ട, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അവസാന നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഞാനാണ് ഉയിർപ്പും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതേ കർത്താവെ, അങ്ങ് ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. എവിടെയാണ് അവനെ അടക്കം ചെയ്തത്? ആ കല്ലെടുത്തു മാറ്റുക. കർത്താവെ, 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിതാവേ, അങ്ങെന്നെ കേൾക്കുന്നതിന് നന്ദി. ലാസറേ, നീ പുറത്തേക്ക് വരിക. അമ്മേ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മർത്തായുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ വിശ്വാസമായിരുന്നു. ഞാനും വിശുദ്ധ മർത്തയെ പോലെ ഈശോയിൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. സേവനവും സ്നേഹവും വിശ്വാസവും ഒരുമിച്ചാൽ ജീവിതം അനുഗ്രഹപൂർണമാകുമെന്ന് വിശുദ്ധ മർത്തായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മർത്തായുടെ മാതൃക പിന്തുടർന്ന് നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും ശ്രമിക്കാം. നന്ദി.